In the last classes, we discussed about electrophilic substitution reactions in aromatic ring systems like halogenation, nitration, sulfonation. In that cases, hydrogen is replaced by halogen atom or nitro group or SO3 group, etc. So now we are moving towards Friedel-Crafts reaction. Friedel-Crafts reactions are also a type of electrophilic substitution reaction. ഇലക്ട്രോഫിലിക് എന്ന് പറയുന്നത് കാരണം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഇലക്ട്രോഫൈൽ കയറി വരുന്നു അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. സോ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഈസ് ഓൾസോ ആൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അറീൻസ്. അറീൻസ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് സിസ്റ്റത്തിലുള്ള ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഹാലജനേഷനിൽ പറഞ്ഞു ഹാലജൻ ആറ്റമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, നൈട്രേഷനിൽ നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു അല്ലേ. ഇവിടെ ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. സോ ഹൈഡ്രജൻ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അതിന് പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് പറയും, ആൽക്കൈൽ അറീൻസ് എന്ന് പറയും അല്ലേ. ഈഥൈൽ ബെൻസീൻ, മീഥൈൽ ബെൻസീൻ എന്ന് പറയുന്ന പോലെ ആൽക്കൈൽ അറീൻസ്. Then there is another case, replacement of hydrogen by acyl group. CO ഗ്രൂപ്പിനെയാണ് നമ്മൾ അസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ അസൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താ നമുക്ക് കിട്ടുക, അസൈൽ അറീൻസ് കിട്ടും. ഇവിടെ ആൽക്കൈൽ അറീൻസ്, അസൈൽ അറീൻസ്. അങ്ങനെ ആൽക്കൈൽ അറീൻസ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. നമ്മൾ ആൽക്കൈലേറ്റ് ചെയ്യുന്നു അല്ലേ. And if we are substituting with the acyl group, it is termed as Friedel-Crafts acylation reactions. So simply, Friedel-Crafts reactions means electrophilic substitution reactions which involve replacement of hydrogen by alkyl group or acyl group. Based on this, we have two Friedel-Crafts reactions, Friedel-Crafts alkylation and Friedel-Crafts acylation. So first we can check Friedel-Crafts alkylation reaction. So what is Friedel-Crafts alkylation reaction? These are the reactions in which hydrogens are replaced by alkyl group. It is a type of electrophilic substitution reactions in which hydrogen atoms in the arene systems are replaced by alkyl group. So it is termed as Friedel-Crafts alkylation. Nitro group replace ചെയ്യുന്നവരെ നമ്മൾ നൈട്രേഷൻ എന്ന് പറയും, ഹാലജൻ ആണെങ്കിൽ ഹാലജനേഷൻ എന്ന് പറയും, ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ആൽക്കൈലേഷൻ എന്ന് പറയും. സോ എങ്ങനെ നമുക്ക് എഴുതാം, വി ഹാവ് ബെൻസീൻ, ഒരു അരോമാറ്റിക് റിംഗ് സിസ്റ്റം എടുത്തു. നമ്മൾ റിയേജൻറ്റ് എന്ന് പറയുന്നത് RX, ദാറ്റ് ഈസ് ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നത്. ദെൻ വി നീഡ് എ കാറ്റലിസ്റ്റ് AlCl3, അൺഹൈഡ്രസ് AlCl3. അൺഹൈഡ്രസ് AlCl3 ആണ് ഇവിടെ എടുക്കുന്നത്. ഇറ്റ്സ് ലൂയിസ് ആസിഡ് AlCl3 എന്ന് പറയുന്നത്. സോ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ R ഗ്രൂപ്പ് വരും. ഈ ഹൈഡ്രജനും ഈ എക്സും കമ്പൈൻ ചെയ്തിട്ട് HX ഉണ്ടാവും. സോ ദാറ്റ് ഈസ് Friedel-Crafts alkylation reaction. Suppose we have an example, a benzene ring when it is treated with a methyl chloride in presence of AlCl3, H is replaced by methyl group. So we will get toluene plus HCl ഉണ്ടാവും അല്ലേ, by product is HCl. Then another reaction, benzene react with CH3CH2Cl. അപ്പോൾ ഉണ്ടാവുന്ന കാർബോക്കേറ്റൺ ഇവിടെയാണ് വരിക, CH3CH2 പ്ലസ് അതിവിടെ പോയി അറ്റാക്ക് ചെയ്യും. വി ഹാവ് ഈഥൈൽ ബെൻസീൻ ആസ് ദ പ്രോഡക്റ്റ്. സോ ദ നെറ്റ് എഫക്റ്റ് ഈസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ബൈ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. സോ ദ പ്രോഡക്ട്സ് ആർ other arene system, that is alkyl arenes. ഇത് മീഥൈൽ ബെൻസീൻ ആണ്, അതിനെ നമ്മൾ കോമൺലി ടൊളുവിൻ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിനെ നമ്മൾ Friedel-Crafts alkylation reactions എന്നാണ് പറയുന്നത്. Let's check the mechanism നമ്മൾ ഇതുവരെയും പറഞ്ഞു എന്തൊക്കെയായിരുന്നു. Step 1 generation of electrophile, Step 2 formation of sigma complex, Step 3 deprotonation. ഓക്കെ, aromaticity റിട്ടൈൻ ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലേ. സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, നമ്മൾ ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫനേഷനിലൊക്കെ പഠിച്ചു. ആദ്യം നമ്മളൊരു ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മളുടെ റിയേജൻ്റ് ഏതൊക്കെയാണ്, RCl ആൽക്കൈൽ ഹാലൈഡ്, ആൻഡ് വി ഹാവ് എ കാറ്റലിസ്റ്റ് AlCl3 അൺഹൈഡ്രസ് AlCl3. അൺഹൈഡ്രസ് AlCl3 പറഞ്ഞു വെച്ചാൽ ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് AlCl3 എന്ന് പറയുന്നത്. കാരണം നോക്കൂ,
2 4 6 മൊത്തം 6 ഇലക്ട്രോൺസാണ് അലുമിനിയത്തിനുള്ളത് അല്ലേ. അപ്പോൾ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ദാറ്റ് ലാക്ക് ഓഫ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതൊരു ലൂയിസ് ആസിഡാണ്. എന്താ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോണിനെ തേടി നടക്കുന്നവരാണ് ലൂയിസ് ആസിഡ്സ് അല്ലേ. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അൺഹൈഡ്രസ്. അൺഹൈഡ്രസ് എന്ന് പറയാനുള്ള കാരണം ഇഫ് ദർ ഈസ് വാട്ടർ ഉണ്ട് എങ്കിൽ ഈ ഓക്സിജൻ അതിൻ്റെ ലോൺ പെയറിനെ അലുമിനിയത്തിന് കൊടുത്തൊരു ബോണ്ട് ഇവിടെ ഉണ്ടാക്കും, ഒരു കോർഡിനേറ്റ് ബോണ്ട് ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അവിടെ നഷ്ടപ്പെടും വാട്ടർ ഉണ്ടെങ്കിൽ. നമുക്കിവിടെ വേണ്ടത് അലുമിനിയം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റായി വേണം, എന്നാലേ നമുക്ക് ഈ ക്ലോറിനെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ക്ലോറിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അലുമിനിയം മസ്റ്റ് ബി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. അതുകൊണ്ടാണ് അൺഹൈഡ്രസ് വേണം എന്ന് പ്രത്യേകം പറയുന്നത്. വാട്ടർ ഉണ്ടെങ്കിൽ അൺഹൈഡ്രസ് ആ ഇലക്ട്രോഫിലിക് നേച്ചർ പോകും, കാരണം അലുമിനിയത്തിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി നേച്ചർ നഷ്ടപ്പെടും. ഓക്കെ, അതുകൊണ്ട് അൺഹൈഡ്രസ് AlCl3 അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ RCl ബോണ്ട് നമുക്കറിയാം പോളാറാണ്, ഈ ക്ലോറിനാണല്ലോ ഇലക്ട്രോണിനെ വലിക്കുക. ഈ ക്ലോറിൻ എന്ത് ചെയ്യും, അലുമിനിയത്തിൻ്റെ കൂടെ പോകും. സോ ക്ലോറിൻ ഈ 2 ഇലക്ട്രോണിനും കൊണ്ടാണ് പോകുന്നത്, ദാറ്റ് ഈസ് Cl മൈനസ് ആയിട്ടാണ് പോകുന്നത്. സോ R ബിക്കം R+, അതായത് ഇതൊരു ഹെട്രോളിറ്റിക് ക്ലീവേജ് നടന്നിട്ട് Cl മൈനസും R+ ആവും. സോ വി ഹാവ് R++ AlCl4 മൈനസ്, R++ AlCl4 മൈനസ് ആയി മാറി. ഓക്കെ, സോ ദിസ് ഈസ് അവർ കാർബോകാറ്റയോൺ. എ കാർബോകാറ്റയോൺ ഈസ് ജനറേറ്റഡ് ഹിയർ, R+ ഈസ് ജനറേറ്റഡ് ഹിയർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ R+ പ്രൈമറി കാർബോകാറ്റയോൺ, സെക്കൻഡറി ആൻഡ് ടെർഷറി കാർബോകാറ്റയോൺ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ മോസ്റ്റ് സ്റ്റേബിൾ ഈസ് ടെർഷറി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. അപ്പോൾ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്തിട്ട് അവിടെ ഒരു റീ അറേഞ്ച്മെൻറ്റിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. സപ്പോസ് ഉണ്ടായത് പ്രൈമറി ആണ്, അതിനെ സ്വയം റീ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടെർഷറി ആവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണ് അവിടെ ഫോം ചെയ്യുക. എന്നിട്ട് അതാണ് നമ്മളുടെ ബെൻസീൻ റിങ്ങിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക. അത് നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ വിൽ ഫോം. ഓക്കെ, സോ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്തു, R+, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അല്ലേ. സോ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ തേടി നടക്കുകയാണ്. അപ്പോഴാണ് ബെൻസീനെ കണ്ടത്, ബെൻസീനിൽ ഇലക്ട്രോൺസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ്. എങ്ങനെ സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്തത്, ഇതാണ് നമ്മുടെ ബെൻസീൻ റിംഗ് സിസ്റ്റം. R+ അടുത്ത് വരുന്നു, ഈ 2 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ H ഉണ്ട്, R ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്നു, ഈ കാർബണിന് ഒരു പ്ലസ് ചാർജ് വന്നു അല്ലേ. ഇയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം ഇവിടെ ഒരു പുതിയൊരു ബോണ്ട് ഫോം ചെയ്തു. ദെൻ അപ്പോൾ അവിടെ റെസൊണൻസ് നടക്കും, ഈ ബോണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ പ്ലസ് ചാർജ് വരും, ഈ ബോണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ പ്ലസ് ചാർജ് ചെയ്യും. ടോട്ടൽ നമുക്ക് അതിൻ്റെ ഹൈബ്രിഡിനെ ഇങ്ങനെ എഴുതാം. ഇതാണ് സിഗ്മ കോംപ്ലക്സ്. ആദ്യം ഒരു പൈ കോംപ്ലക്സ് ആണ് ഉണ്ടാവുക, ദെൻ സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്തു അല്ലേ. നോക്കൂ, +H. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഹൈഡ്രജനെ ഇവിടുന്ന് H+ ആയിട്ട് പറഞ്ഞയക്കണം. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതായത് ഈ ബോണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ കൃത്യമായില്ലേ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലോസ് ഓഫ് പ്രോട്ടോൺ, ദാറ്റ് ഈസ് ഡീപ്രോട്ടോണേഷൻ. എങ്ങനെയാണ് ഡീപ്രോട്ടോണേഷൻ ചെയ്യുന്നത്, നമ്മൾ എല്ലാ കേസിലും നമ്മൾ പഠിച്ചു. ഇവിടെ ജനറേറ്റ് ചെയ്ത ന്യൂക്ലിയോഫൈലില്ലേ, എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോഫൈലും ജനറേറ്റ് ചെയ്യും, ന്യൂക്ലിയോഫൈലും ജനറേറ്റ് ചെയ്യും. ഈ ന്യൂക്ലിയോഫൈലാണ് എപ്പോഴും Hനെ അബ്സ്ട്രാക്ട് ചെയ്യുന്ന ആൾ. സോ ദാറ്റ് AlCl4 മൈനസ് എന്ത് ചെയ്യും, ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും, H, അതായത് ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, H+ ആയിട്ടാണ് പോകുന്നത്. സോ ആ Hഉം ഇവിടുത്തെ Cl മൈനസും കമ്പൈൻ ചെയ്തിട്ട് HCl ഉണ്ടായി, ബാക്കി AlCl3. നോക്കൂ, കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്തു. കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, അത് ഫോം ചെയ്താലും അത് റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് അതുപോലെ അതിന് മാറ്റം ഉണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ AlCl3 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഫൈനലി വി ഗോട്ട് AlCl3. HCl ആണ് ഇവിടുത്തെ സബ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബെൻസീൻ കൺവേർട്ടഡ് ഇൻ ടു ആൽക്കൈൽ ബെൻസീനായി മാറി. സോ ഇതെന്താണ്, ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു ഹൈഡ്രജന് പകരം. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ടേംഡ് ആസ് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. നമ്മൾ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ആൻ കാർബോകാറ്റയോൺ ആണെന്ന് പറഞ്ഞു അല്ലേ. ആ കാർബോകാറ്റയോൺ വന്ന് ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നു, ഹൈഡ്രജനെ പറഞ്ഞയക്കുന്നു. ഫോർ എക്സാമ്പിൾ ബെൻസീൻ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് CH3Cl എടുത്തു വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ എന്തായിരിക്കും, CH3+ അല്ലേ. അപ്പോൾ ആ കാർബണാണ് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നോക്കൂ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ടൊളുവിൻ കിട്ടും അല്ലേ, CH3. ഇനി നമ്മൾ CH3 CH2 Cl എടുത്തു, ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ എന്താണ്, CH3 CH2+ ആണ് കിട്ടുക. അപ്പോൾ
അപ്പോൾ ആ CH2 ഗ്രൂപ്പാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ വി ഹാവ് ദ പ്രോഡക്റ്റ് ഈതൈൽ ബെൻസീൻ. എന്നാൽ അടുത്ത ആളെ നോക്കൂ, CH3 CH2 CH2 Cl. അപ്പോൾ ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ ഇവിടെ ആയിരിക്കും അല്ലേ, CH3 CH2 CH2 പ്ലസ് ആണ്. അപ്പോൾ ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. സോ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്രോഡക്റ്റിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഹിയർ വി ഹാവ് 2 പ്രോഡക്ട്സ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോഫൈലാണ്. അപ്പോൾ വി ഹാവ് CH3 CH2 CH2 Cl. എന്ത് ചെയ്യും, ഈ ക്ലോറിനെയാണ് നമ്മൾ AlCl3 അബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ, എന്നിട്ട് എന്തായി മാറും, -AlCl4 മൈനസ് എന്നത് ഇവിടെ എഴുതാതെ ഇവിടെ എഴുതിയത് ഇത് പോകുന്നു എന്നർത്ഥം വയ്ക്കും. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, CH3 CH2 CH2 പ്ലസ് പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ കിട്ടിയില്ലേ, നോർമൽ പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. അത് നേരെ ബെൻസീനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ CH2 ഗ്രൂപ്പാണ് നേരെ ഹൈഡ്രജൻ്റെ അടുത്തേക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, CH2 CH2 CH3. ദാറ്റ് ഈസ് നോർമൽ പ്രൊപ്പൈൽ ബെൻസീനാണ് ഒരു പ്രോഡക്റ്റ്. പക്ഷേ ഇവിടെ ഈ ഒരു കാർബോകാറ്റയോൺ ഉണ്ടാകുമ്പോൾ ഇത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. കാരണം ഈ കാർബൺ ഒരൊറ്റ കാർബണുമായിട്ടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ടോ നോക്കും. എന്ത് ചെയ്താൽ മതി, ഈ CH2 ഉള്ള ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് CH3 ആവും, ഈ പ്ലസ് ചാർജ് ഇവിടെ വരും. സോ ത്രൂ 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ദിസ് പ്രൈമറി കാർബോകാറ്റയോൺ വിൽ റീഅറേഞ്ച്ഡ് ഇൻ ടു CH3 CH പ്ലസ് CH3. സോ ഇതിപ്പോൾ ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആയി മാറി. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സെക്കൻഡറി ഉണ്ടാവാൻ നിൽക്കും. ഇനി നോക്കൂ, ഇതിൽ ആരാണ് ഹൈഡ്രജൻ ബെൻസീനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ നിൽക്കുക, എപ്പോഴും പോസിറ്റീവ് ചാർജുള്ള കാർബൺ. അപ്പോൾ ഈ സെൻറ്ററിലുള്ള കാർബൺ, ഈ കാർബണാണ് ബെൻസീനുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കുക അല്ലേ. അതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം അല്ലേ, കാരണം ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഈ കാർബണുമായിട്ടാണ് അറ്റാക്ക് ചെയ്യുക, ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഈ കാർബണുമായിട്ടാണ് അറ്റാക്ക് ചെയ്യുക. സോ വി ഹാവ് ആ CHനെ നമ്മൾ നടുവിൽ എഴുതി CH3. ദിസ് ഈസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇത് ഐസോപ്രൊപ്പൈൽ ബെൻസീനാണ്, ഇത് നോർമൽ പ്രൊപ്പൈൽ ബെൻസീനാണ്. സോ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഏതൊക്കെ കിട്ടും, നമുക്ക് നോർമൽ പ്രൊപ്പൈൽ ബെൻസീനും കിട്ടും, ഐസോപ്രൊപ്പൈൽ ബെൻസീനും. ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുക നമുക്ക് ഐസോ. കാരണം ഒരു പ്രൈമറി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റീഅറേഞ്ച് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി ആയി മാറും. അതാണ് ബെൻസീനുമായിട്ട് റിങ്ങുക. പക്ഷേ കുറച്ച് പേര് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ പ്രോഡക്റ്റ് കിട്ടും. അല്ലാതെ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഈ പ്രൈമറി സെക്കൻഡറി ആയിട്ട് ദെൻ പ്രോഡക്റ്റ് കിട്ടണം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റിയിൽ ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്, ഇതും പ്രൈമറിയാണ്. ഇത് ഇങ്ങോട്ടേക്ക് ഇട്ടാലും ഇവിടെ നിന്ന് ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇവിടെ CH3 ഇത് CH2 ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ഇത് പ്രൈമറി തന്നെ വരിക. പക്ഷേ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോണിനെ വരച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ്റെ ഒരു ഡീമെറിറ്റ് ഇതാണ്, വി വിൽ ഗെറ്റ് മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ്, കുറേ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ നോക്കൂ, വലിയൊരു ചെയിനാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പല ഐസോമറിക് കാർബോകാറ്റയോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ്റെ ഒരു ഡീമെറിറ്റ്. ദാറ്റ് ഈസ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോകാറ്റയോൺസ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി കാർബോകാറ്റയോൺ ഉള്ള ഇയാളാണ്. So Friedel-Crafts alkylation reaction over. Now Friedel-Crafts acylation, that is substitution of hydrogen by acyl group. RCO ഗ്രൂപ്പിനെയാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. R ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്, RCO അസൈൽ ഗ്രൂപ്പ്. For example, when benzene is treated with the acyl chloride in presence of AlCl3, അവിടെ നമുക്ക് ലൂയിസ് ആസിഡ് വേണം, അൻഹൈഡ്രസ്. We need anhydrous AlCl3. ഈ RCO ഹൈഡ്രജന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ COR എന്നാണ് എഴുതേണ്ടത്, കാർബണിനാണ് പോസിറ്റീവ് ചാർജ് വരിക, COO. സോ ദിസ് ഈസ് അസൈൽ അറീൻസ്, ഇതിൻ്റെ പേര് അസൈൽ അറീൻസ് പ്ലസ് HCl, ഇവിടുത്തെ Hും ഈ Cl HCl. സോ ദീസ് ആർ Friedel-Crafts acylation, that is replacement of hydrogen by acyl group. For example, we have benzene plus CH3COCl, അസൈൽ ക്ലോറൈഡ്, ഒരു അസെറ്റൈൽ ക്ലോറൈഡ്. എന്ത് സംഭവിക്കും, ഈ CO ആണ് ഇവിടെ അറ്റാച്ച് ചെയ്യുക കേട്ടോ, COCH3 അസെറ്റ്. ഈ അസൈൽ ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. നോക്കൂ, COCH3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു, ദെൻ HCl.
And also here we can see that the same reaction can proceed with the acetic anhydride. This is acetic anhydride, CH3COO COCH3. അസറ്റൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ അസറ്റിക് ആൻഹൈഡ്രൈഡോ എടുക്കുമ്പോൾ നമുക്ക് ഇതേ അസൈലേഷനാണ് കിട്ടുന്നത്. ഓക്കെ, അസൈലേഷൻ. സോ അസറ്റോഫിനോൺ ഫോർമേഷൻ. ഓക്കെ, നൗ മെക്കാനിസം. എങ്ങനെ നമുക്ക് മെക്കാനിസം എഴുതാം? ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യും അല്ലേ? എങ്ങനെയാണ്? നമ്മളുടെ റിയേജൻറ്റ് RCOCl ആണ്, അസറ്റൈൽ ക്ലോറൈഡ് എടുത്തു, പ്ലസ് AlCl3 വേണം, അൺഹൈഡ്രസ് AlCl3. സോ ഈ ക്ലോറിനെ ഇയാൾ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തായി മാറും? AlCl4 മൈനസ് ആയി, മൈനസ് AlCl4 മൈനസ് എന്ന് എഴുതി ഞാൻ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് AlCl4 മൈനസ് എന്ന് എഴുതിയാൽ മതി. ആരോട് അവിടെ എഴുതുമ്പോൾ നമ്മൾ മൈനസ് നിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി? CO ഇതിന് ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും അല്ലേ? നോക്കൂ, ദെൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ കാർബോകാറ്റോണിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ ഓക്സിജൻ എന്നുള്ള ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ട് ആവും. then here the oxygen having the positive charge. അപ്പോൾ ഇങ്ങനെ റെസനേറ്റിംഗ് സ്ട്രക്ചറിൽ ഇതിന് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റേബിളായി നിൽക്കാൻ പറ്റും ഇതിൽ. ഓക്കെ, പക്ഷേ മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇതാണ്. കാർബണിന് പോസിറ്റീവ് ചാർജ് വരുന്നതാണ്. ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് കാർബണിന്. അപ്പോൾ ഇതായിരിക്കും കൂടുതലായിട്ട് സിസ്റ്റത്തിലുണ്ടാവുക. പക്ഷേ അതിന് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നതിനാണ് നമ്മൾ ഈ റെസൊണൻസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്തു അല്ലേ, RCO. ദെൻ ഈ കാർബണാണ് നമ്മൾ ബെൻസീനിൽ പോയി അറ്റാച്ച് ചെയ്ത് അങ്ങനെ പ്രോഡക്റ്റ് എഴുതിയാൽ മതി. പക്ഷേ മെക്കാനിസം എഴുതുമ്പോൾ നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ്? നമ്മൾ ഇലക്ട്രോഫൈൽ RCO+ ആണ്, നമ്മൾ ബെൻസീൻ റിങ്ങിലുള്ള ഇലക്ട്രോൺസുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. ദെൻ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 3 തരത്തിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ റെസൊണൻസ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സിഗ്മ കോംപ്ലക്സ്. അപ്പോൾ ഇവിടുന്ന് അരോമാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റം നോൺ അരോമാറ്റിക്കായി, ഇതിൻ്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ അതെന്ത് ചെയ്യും? ഇതൊരു സ്ലോ റിയാക്ഷനാണ്. ഒരു സ്റ്റേബിളായ സിസ്റ്റത്തിൽ നിന്ന് അൺസ്റ്റേബിൾ ആവുക പറയുമ്പോൾ സ്ലോ ആവും. സോ ദിസ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇതൊരു റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ് ഈ സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ. ദെൻ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഡീപ്രോട്ടോണേഷൻ. ഇവിടുന്ന് വേഗം ഹൈഡ്രജനെ H+ ആയിട്ട് പറഞ്ഞയക്കണം അല്ലേ. അപ്പോൾ ആരാണ് അവിടെ ഉള്ളത് ഹൈഡ്രജനെ സ്വീകരിക്കാൻ? AlCl4 മൈനസ് ഉണ്ട്. അതിൽ നിന്ന് ഈ Cl4 മൈനസ് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് HCl ആയി മാറും. ബാക്കി AlCl3 ഇവിടെയുണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വി ഹാവ് അസൈൽ ബെൻസീൻ, RCOC ബെൻസീൻ. ഇവിടെ R എന്നുള്ളതിന് പകരം CH3 നമുക്ക് എഴുതാം, അസറ്റൈൽ ക്ലോറൈഡ് എഴുതാം, CH3 CH2 COCl. അപ്പോൾ ഏത് ഗ്രൂപ്പും നമുക്കിവിടെ എഴുതാൻ പറ്റും. സോ അസൈലേഷൻ ആണ്, ദാറ്റ് ഈസ് ഫ്രീഡർക്രാഫ്റ്റ്സ് അസൈലേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ അസൈൽ ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രീഡർക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ R ഗ്രൂപ്പ്. സോ ഫ്രീഡർക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷനുണ്ട്. രണ്ടിലും ഒരേ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആൻഡ് ആൽക്കൈലേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാർബോകാറ്റയോൺ ഉണ്ടെങ്കിൽ അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഉണ്ടായിട്ടാണ് പിന്നെ ഫർദർ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. മറ്റേ ആളെ കിട്ടും, പക്ഷേ അത് എമൗണ്ട് കുറവായിരിക്കും. അസൈലേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ശ്രദ്ധിക്കുക, രണ്ടിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് AlCl3 ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അൺഹൈഡ്രസ് AlCl3. അത്രയാണ് ഫ്രീഡർക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രീഡർക്രാഫ്റ്റ്സ് അസൈലേഷൻ.